എത്ര കാലമെന്ന് വെച്ചാ ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും കത്തിച്ച് നക്കാപ്പിച്ചാ പറ്റി ജീവിക്കുക. നല്ല ചേർച്ചയുള്ള പേര് ഈച്ചപ്പാച്ചു. മലരും മലവും ഈച്ചയ്ക്ക് ഒരുപോലെ. എടോ, താൻ തേങ്ങയ്ക്ക് പാര വെച്ച് ജീവിക്കുന്നു, ഞാൻ മനുഷ്യർക്ക് പാര വെച്ച് ജീവിക്കുന്നു. ഒക്കെ പാര ജന്മങ്ങളാടോ. എന്താ തന്റെ അടുത്ത പ്ലാൻ? അല്ല, ഇങ്ങനെ തമ്മി കൂട്ടിയടുപ്പിച്ച് ജീവിക്കുന്നതിന് പകരം കൂട്ടി യോജിപ്പിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊരാലോചന. ഓ, ദല്ലാൾ പണി തുടങ്ങാൻ പോവാണ്. അതല്ലടോ, നമ്മുടെ ഉണ്ണി അശ്വതിയും തമ്മിൽ പ്രേമത്തിലാണെന്ന് എനിക്കറിയാമല്ലോ. അവര് തമ്മിൽ കല്യാണം കഴിച്ചാൽ ഭാർഗവ ഗ്രൂപ്പിന്റെ ശക്തി കൂടും. അതോടെ നമ്മുടെ നായര് അത് പാടില്ല. നായർക്കൊരു പൊതുശത്രു എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാലേ ഈച്ചയ്ക്ക് പ്രയോജനമുള്ളൂ. അതിന് ഷിബുവിനെയും അശ്വതിയെയും കൂട്ടി യോജിപ്പിച്ചാലോ എന്നൊരു ഐഡിയ. കൊള്ളാം. ഈ വിവരം അങ്ങനെ ഉണ്ണി അറിഞ്ഞാലേ തന്റെ ഫ്യൂസ് പോവും. ഓഹോ, ഞാൻ കട്ടിയുള്ള കമ്പി കൊണ്ട് കെട്ടിയിട്ടോളാം. തേങ്ങ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? വില ഇടിവാ. എന്നാ താ മാങ്ങ കച്ചവടം തുടങ്ങി. ഭാർഗവക്കുറിപ്പില്ലേ? ഇല്ല, എൽസിക്ക് പോയിരിക്കാം. എൽസി അവൾ ഇവിടെ വന്നോ? എൽസി എന്ന് പറഞ്ഞ ലോക്കൽ കമ്മിറ്റി. ഓ, അത് ശരി. വൈകിയേ വരൂ. വരട്ടെ. അതെ, പിന്നെ ഷഷ്ടിപൂർത്തി വരെ ഇങ്ങനെ പഠിച്ച് ജീവിതം പാഴാക്കാനാണോ ഭാവം? ഒരു വിവാഹമൊക്കെ വേണ്ടേ? വേണ്ടാന്നാ തീരുമാനം. അതെന്താ കുഞ്ഞെ, സന്യസിക്കാൻ പോവാണോ? പാച്ചോണ്ണന് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങള്. മനസ്സ് നിറയെ ഉണ്ണിയല്ലയോ? അച്ഛനെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അച്ഛന്റെ മനസ്സ് മുഴുവൻ MBBS പഠിക്കുന്ന അനന്തരവനും. അത് കുഞ്ഞെ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ പാച്ചുവണ്ണ തീരുമാനിച്ചു ചേരാവുന്ന ചേരും പടി അങ്ങ് ചേർത്ത് കളയാവുന്നു. ആ ഷിബു കുഞ്ഞിനെ നന്നായിട്ട് ചേരും. മിടുമിടുക്കന. ആലോചിക്കട്ടെ. ആലോചിക്കണ്ട. ഇയാള് ചേർക്കാനോ ഒട്ടിക്കാനോ ഒന്നും മെനക്കെടണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഷിബു ഉണ്ണിയെ പോലെ കൊണ്ടും കൊടുത്ത് നടക്കുന്നില്ലല്ലോ. അവരെന്താണ് ഒരു കുറവ്? സൗന്ദര്യമില്ലേ, അന്തസ്സില്ലേ, ആഭിജാത്യമില്ലേ, അഭിമാനമില്ലേ, സൗരഭ്യമില്ലേ? പിന്നെ നിങ്ങളുടെ തന്തമാര് തമ്മിലുള്ള കുടിപ്പകയുടെ കാര്യം, അതൊരു പക്ഷേ ഈ കല്യാണത്തോടെ അവർ തമ്മിൽ ഇണങ്ങിയാലോ? ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാമല്ലോ. ഓ, എന്തൊരു സമാധാന പ്രേമി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അച്ഛൻ തന്നെ നിർബന്ധിച്ചാലും ശരി, ഷിബുവിന് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കേണ്ട ഗതികേട് വന്നാൽ അതിനു മുമ്പ് ഞാൻ എന്റെ കഴുത്തിൽ കുരുക്കിടും. ചെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ ആ വെടിയും ചീറ്റി. മാട്ടത്തറയിലെ ഭാർഗവക്കുറിപ്പിനെ പോലെ കരുത്തനായ ഒരു ശത്രു ഇല്ലെങ്കിൽ വിളക്കിത്തല വീരഭദ്രന്റെ ജീവിതത്തിൽ എന്ത് രസമാണോ? മതി, എനിക്ക് ആശ്വാസമായി. ഒന്നും രണ്ടും തോൽവികളിൽ മനം മടുത്ത് നായരേട്ടനും കുറുപ്പിയേട്ടനും കളി നിർത്തിക്കളയരുത്. എന്റെ അന്നം മുട്ടും. എവിടെ നിർത്താൻ? ഇതുവരെ കളിച്ചത് തന്റെ ബുദ്ധി അനുസരിച്ചായിരുന്നു. പുതിയൊരു കളി ഞാൻ പറഞ്ഞുതരാം. താൻ കളിക്കും. ഈ കളി ഏറ്റാൽ നമുക്ക് നമ്മുടെ ശത്രുക്കളെ മുഴുവൻ മലർത്തി അടിക്കാം. കളിയിൽ ഈച്ചയെല്ലാം വേറെ ആരിയിരിക്കുന്നു? കാര്യം എന്താണെന്ന് പറയൂ. എങ്കിൽ പുതിയൊരു തുറുപ്പ് കിട്ടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? അപ്പു. അപ്പു? അതെ, കുറച്ചുനാള് മുമ്പ് ഉണ്ണി അപ്പുവിനെ മുക്കിക്കൊല്ലാൻ ഒരു ശ്രമം നടത്തിയിരുന്നില്ലേ? അത് വെച്ച് നമുക്കൊരു പിടിപിടിക്കാം. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഉണ്ണി എന്നും ത്യജിക്കാൻ ഒരുങ്ങി നടക്കുകയാണല്ലോ. ആ മർമ്മത്തെ പിടിക്കണം. ബാക്കി ഞാൻ ഏറ്റു. മതി, എനിക്ക് ആ മമ്മദിന്റെ കൈ കൊണ്ട് സ്കോർ ബോർഡിൽ വീരേട്ടൻ ഒരു മാർക്ക് ഇടിക്കണം. കുറെ കാലമായി നായരുടെ കോളം കാലിയ. അഡ്വാൻസ്. വേഷം മാറി. എന്താ അന്ന് തല്ലിയന് പകരം ചോദിക്കാൻ വന്നാണോ? അയ്യോ, പകരം ചോദിക്കാനല്ല, ഉപകാരം ചോദിക്കാനാണ്. ഉണ്ണിയെപ്പോലൊരു കരുത്തന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. അയ്യോ, ഈ നാട്ടിലെ ഒടയ തമ്പുരാക്കന്മാരുടെ മുഴുവനും സഹായമുള്ള നിങ്ങളെ സഹായിക്കാൻ ഞാനാര്? സൃഷ്ടി ബ്രഹ്മാവിന്, സ്ഥിതി മഹാവിഷ്ണുവിന്, സംഹാരം പരമശിവന്. അങ്ങനെയാണല്ലോ ദൈവങ്ങൾ പോലും ഡ്യൂട്ടി വിഭജിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് ഉണ്ണിയുടെ വകുപ്പിൽ വരുന്നൊരു കാര്യത്തിന് ഉണ്ണിയെ തന്നെ ഒന്ന് കാണണമല്ലോ. പണമുള്ള തമ്പുരാക്കന്മാർ കൽപ്പിക്കുമ്പോ അനുസരിച്ചില്ലെങ്കിലേ അന്നം മുട്ടും. പറ, ഞാൻ ആരെയാ തല്ലേണ്ടത്? പറയാം. അതിനു മുമ്പ് കൂട്ടൻ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ, അറിയാലോ. അയ്യോ, അതറിയാം.
ഈ അഡ്വാൻസ് ഇരിക്കട്ടെ. ആ? ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത എന്നെ പോലുള്ളവർക്ക് നീ ഒരു വലിയ സഹായമാണ്. ഇന്ന് വെളുപ്പിനെ അക്കരപ്പുറം കവലയിലിട്ട് ഒരുത്തൻ എന്നെ ഒന്ന് ഞോണ്ടി. എനിക്ക് ഭയങ്കര അവമാനമായി പോയി. എന്റെ വിലയും നില നിനക്ക് അറിയാമല്ലോ. നീ എനിക്ക് വേണ്ടി അവനെ ഒന്ന് തല്ലണം. ആ പറ. പറയാം. പറഞ്ഞാ നീ അറിയാതിരിക്കില്ല. അത് മറ്റാരുമല്ല, അപ്പു. അല്ല, നീ ഈ പരുവത്തിലാകാൻ കാരണം അവനാണല്ലോ. നീ അവനെ ഒന്ന് തല്ലിയാൽ എന്റെയും നിന്റെയും പക തീരും. നീ ബാലൻ മാഷിയുടെ മകനായതുകൊണ്ട് പറഞ്ഞ വാക്കിന് വില കാണുമല്ലോ. നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാത്തവൻ തന്തയ്ക്ക് പറക്കാത്തവനാണെന്ന് ഉണ്ണി തന്നെയല്ലേ മുമ്പ് ഗോവിന്ദനോട് പറഞ്ഞിട്ടുള്ളത്? നീ തന്തയ്ക്ക് പറഞ്ഞവനാണല്ലോ, സംശയമില്ലല്ലോ. ആ, അപ്പൊ അവനെ പറഞ്ഞ പോലെ ബാക്കി തല്ലി കഴിഞ്ഞിട്ട് കാണാം. ആ, ഒന്ന് നിൽക്കണം. അളിയൻ അങ്ങനെ അങ്ങ് പോയാലോ? എന്താ, ഒരിക്കൽ നീ കൊടുത്തയച്ച പാഴ്സല് വീരഭദ്രൻ നായരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് തരാനാവും പരിപാടി അല്ലേ? അപ്പു മഹാനാണ്. ആദർശധീരനായിരുന്ന ബാലമാഷ്ടർ മകൾക്ക് ഒരു തരി പൊന്നോ ഒരു ഓട്ടുപാത്രമോ പോലും ചോദിക്കാതെ ജീവിതം കൊടുത്തവനാണ്. പക്ഷെ നിങ്ങൾക്ക് സ്ത്രീധനം തന്നത് എന്റെ ജീവിതമായിരുന്നു. മനസ്സിലായില്ല. ഞാൻ ആരോടും സ്ത്രീധനം ചോദിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല. ശരിയായിരിക്കാം. സ്ത്രീധനം എന്ന ഓമന പേരിൽ നിങ്ങൾ ആരോടും ഒന്നും വാങ്ങിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഒരത്യാവശ്യം പറഞ്ഞിട്ടാണെങ്കിലും കല്യാണ സമയത്ത് ഭാര്യ വീട്ടുകാരോട് നിർബന്ധപൂർവ്വം വാങ്ങുന്ന കാശിന് സ്ത്രീധനമെന്നല്ലാതെ പിന്നെന്താ പറയേണ്ടത്? അപ്പൂനറിയോ, അന്ന് പറഞ്ഞ സമയത്ത് പണം തരാമെന്ന് നിങ്ങൾക്ക് എന്ന വാക്ക് പാലിക്കാൻ വേണ്ടിയാ ഞാൻ ആദ്യമായി കൂലിത്തല്ലുകാരനായത്. എന്റെ സരളേച്ചിയുടെ കഴുത്തിൽ ഒരു താരി കെട്ടിക്കാണാൻ, എന്റെ അമ്മയും പെങ്ങന്മാരും ആത്മഹത്യ ചെയ്യാതിരിക്കാൻ. ഉണ്ണി, അവൻ തല്ലുകൂടാ ഈച്ചേ? അവൻ തല്ലും. ഉണ്ണി പറഞ്ഞ വാക്ക. ഇത് കണ്ടോ, എന്റെ അളിയനെ തല്ലാൻ വേണ്ടി എനിക്ക് തന്ന പ്രതിഫലമാണ്. ഞാൻ എന്റെ ജീവിതം ഉരുക്കി വിളക്കി ചേർത്ത എന്റെ സരളേച്ചിയുടെ കെട്ടുതാലി ഞാൻ തന്നെ പൊട്ടിച്ചെറിയണമെന്ന അവന്റെ ആഗ്രഹം. എന്നോട് ക്ഷമിക്കുണ്ണി, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. സാരമില്ല. പിന്നെ മരിച്ചുപോയ എന്റെ അച്ഛന്റെ പേരില് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്, എനിക്ക് അതൊന്ന് നിറവേറ്റണം. അളിയൊന്ന് വന്നേ. അവൻ ഇങ്ങോട്ടാണല്ലോ വരുന്നേ. നായരുടെ മുമ്പിലിട്ട് ചാമ്പാലായിരിക്കും. വീരഭദ്രൻ നായരെ, തല്ലാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതും പ്രതിഫലം വാങ്ങിയതും നേരാ. പക്ഷെ അപ്പുനെ തല്ലാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ല. ഒരാളെ തല്ലാമെന്ന് പറഞ്ഞു, അയാളെ തല്ലുകയും ചെയ്യും. ഇതങ്ങോട്ട് പോക്കറ്റിലോട്ട് വേണ്ടെന്നേ. വണ്ടി എടുത്തോ. അതെ, പറയുന്ന പിടിക്കൂ. മേലാലി പഞ്ചായത്ത് കണ്ടുവരുത്. പഞ്ചായത്തുകൾ വേറെ ഉണ്ടല്ലോ. ഈ ഡയറിയും രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം ഞാൻ സുഭിക്ഷമായി ജീവിക്കും, അറിയാമോ? അല്ല പിന്നെ